നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 എൻട്രൻസ് എക്സാം മെയ് 5 എഴുതുകയും കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കീം 2024 പ്രൊഫൈൽ വെരിഫിക്കേഷന് ഒരവസരം കൂടി നൽകുന്നു. കേരളത്തിലെ MBBS, BDS, ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും പ്രവേശനത്തിനും മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലെയുള്ള 11 പ്രോഗ്രാമുകൾക്കുമുള്ള പ്രവേശനത്തിനാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി കീം 2024 കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ നീറ്റ് 2024 ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻറ്റർ ചെയ്ത് നീറ്റിൻ്റെ ഡാറ്റാബേസുമായി ലിങ്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ അവസാന തീയതി ഇന്ന് 11 രാത്രിയിലാണ്. അതോടൊപ്പം തന്നെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ, ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നേറ്റിവിറ്റി, ഇനി കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBSൻ്റെയും BDSലും NRI സീറ്റുകൾക്ക് കിട്ടുവാനായി NRI സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് കേരള എൻട്രൻസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. വെബ്സൈറ്റ് ce.kerala.gov.in. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, NRI സീറ്റുകൾ, അതുപോലെ തന്നെ NRI ഡോക്യുമെൻസുകൾ, അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, നേറ്റിവിറ്റി, നാഷണാലിറ്റി, കാൻഡിഡേറ്റ് OC കാർഡ് ഹോൾഡറോ PA കാർഡ് ഹോൾഡറോ ഒക്കെ ആണെങ്കിൽ അവരുടെ നാഷണാലിറ്റി തെളിയിക്കുന്ന രേഖ എന്നിവയിലെ ഒക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള അവസരത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കീം 2024 മുഖേന MBBS, BDS കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും സെൽഫ് ഫിനാൻസിങ് MBBS, BDS കോളേജുകളിലെ NRI കോട്ട സീറ്റുകളിലേക്ക് കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ BDSൻ്റെ സ്വകാര്യ കോളേജുകളിലും ഇവിടെ 15% NRI സീറ്റുകളാണ്. MBBSന് 21 ലക്ഷം രൂപ വാർഷിക ഫീസ് വരുന്നതും BDSന് 5 ലക്ഷം രൂപ വാർഷിക ഫീസും വരുന്ന BDSൻ്റെയും NRI സീറ്റുകൾക്കൊക്കെയുള്ള NRI സ്റ്റാറ്റസ് ക്രിയേഷനാണ് ഒരവസരം കൂടി നൽകിയിരിക്കുന്നത്. പുതിയതായിട്ട് അവസരമില്ല. ഓൾറെഡി NRIക്ക് അപ്ലൈ ചെയ്തവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം മാത്രമാണ് ഈ വേള ഒരുക്കിയിരിക്കുന്നത്. NRIക്കായിട്ട് നമ്മൾ സമർപ്പിച്ച 5 സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട്, വിസ, അതുപോലെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അപാകതകളുണ്ടെങ്കിൽ നമുക്ക് NRI സ്റ്റാറ്റസ് ലഭിക്കാതെ പോകും. NRI സ്റ്റാറ്റസ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി ഒരു അവസരം കൂടി വരില്ല എന്നുള്ളതാണ് കേരള എൻട്രൻസ് കമ്മീഷണർ ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നാം സമർപ്പിച്ച NRI ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ആ NRI സ്റ്റാറ്റസ് നോ എന്നായി മാറും. ബാക്കിയുള്ള സീറ്റുകളിലേക്ക്, ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBSൻ്റെയും BDSൻ്റെയും ബാക്കിയുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നടക്കുകയും ചെയ്യും. NRI സ്റ്റാറ്റസ് മാത്രം റദ്ദ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഫോട്ടോ, സിഗ്നേച്ചർ, നേറ്റിവിറ്റി, ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റ്, നാഷണാലിറ്റി, അപേക്ഷ ഫീസിലുള്ള കുറവ് എന്നിവ പരിഹരിക്കാനും ഈ അവസരത്തിൽ സമയമുണ്ടാകും. 13 വൈകുന്നേരം 11:59 വരെയാണ് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയുള്ളൂ. SC, ST വിഭാഗത്തിനൊക്കെ ആപ്ലിക്കേഷൻ ഫീസിൽ കുറവുണ്ടായിരുന്നു. അവർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും അപാകതകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജനറൽ വിഭാഗത്തിൻ്റെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ജനറലായിട്ട് മാത്രമേ പരിഗണിക്കുകയുമുള്ളൂ. അതുകൊണ്ട് SC, ST വിഭാഗത്തിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളും കീം 2024 പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടത്തേണ്ടതാണ്. നീറ്റ് 2024 ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഏറ്റവും അടുത്ത് 13 14 എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഒരു റാങ്ക് ലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിക്കുകയും അലോട്ട്മെൻറ്റ് നടപടികൾ ഉടൻ ആരംഭിക്കുന്നതുമായിരിക്കും. വിശദമായ നോട്ടിഫിക്കേഷനുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.